വേദിയിലുള്ള വിശിഷ്ടാതിഥികൾക്കും സദസ്സിലുള്ള വിശിഷ്ടാതിഥികൾക്കും വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഇത് ഉന്നത നിലയിൽ ഡിഗ്രി ജയിച്ചവർക്ക് ഇപ്പോൾ +2 അല്ലേ നൽകുന്ന അനുമോദനവും പ്രോത്സാഹനവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ലപോലെ പഠിക്കുന്നത് തീർച്ചയായും സാമർഥ്യത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ഉപയോഗിച്ച വാക്ക് സാമർഥ്യം എന്നാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സാമർഥ്യം മാത്രമല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മൗലികമായി ഒരു പാശ്ചാത്യനായ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് പ്രോഗ്രസീവ് ഹ്യൂമനൈസേഷൻ ഓഫ് മാൻ. നിങ്ങൾ ഗ്ലോബലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഹ്യൂമനൈസേഷൻ ആരും പറയാറില്ല. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു വീഴുന്ന സമയത്തല്ലെങ്കിൽ വളർന്നു വരുന്ന ഘട്ടത്തിൽ ധാരാളമായ ദുർവാസനകളുണ്ട്. ഉദാഹരണത്തിന് ഹിംസ, പഠിച്ചിങ്ങനെ പിച്ചുക, മാന്തുക, തമ്മിൽ വഴക്കുണ്ടാക്കുക, ജന്തുക്കളെ പിടിച്ച് അതിനെ ചതച്ച് കൊല്ലുക, ഇങ്ങനെ പല കാര്യങ്ങളും പിള്ളേർ ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മിലെ ദുർവാസനകളാണ്. കാരണം നമുക്കൊരു പാരമ്പര്യമുള്ളത് പാരമ്പര്യത്തിൻ്റേതാണ്. മൃഗങ്ങളിൽ നിന്നും പരിണമിച്ചു വന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും മൃഗീയ വാസനകൾ, ചിലപ്പോൾ മൃഗീയത്തേക്കാൾ പൈശാചിക വാസനകൾ മനുഷ്യരിൽ ധാരാളമായിട്ടുണ്ട്. നമ്മളാണ് പലപ്പോഴും ലോകത്തിലെ ഇന്ത്യത്തിൻ്റെ അടക്കുന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വാസനകളിൽ നിന്ന് പടിപടിയായി മോചിപ്പിച്ച് ഒരു നല്ല മനുഷ്യരാക്കി തീർക്കുക. നല്ല മനുഷ്യൻ്റെ ലക്ഷണം മനുഷ്യത്വമാണ്. അപ്പോൾ നല്ല മനുഷ്യരാക്കി തീർക്കുക, അതാണ് ഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായ ലക്ഷണം. അത് മുൻകാലത്ത് നല്ല അധ്യാപകരെ ചെയ്തിരുന്നു. അവർ മാതൃകയാണ്. ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്നു കുറേ കാലം. ഞങ്ങളുടെ സ്കൂളിൽ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരു ടീച്ചറാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം വീട്ടിൽ നിന്ന് രാവിലെ 7 മണിക്ക് വരും, 10 മണിക്ക് വന്നാൽ മതി. ഈ തോട്ടം മുഴുവൻ നോക്കി അതിനാവശ്യമായ ശുശ്രൂഷകൾ ചെയ്ത് വളമിട്ട് എല്ലാം പോകും. ഒരു ദിവസം അദ്ദേഹം വന്നിട്ട് കുട്ടികളെല്ലാം വിളിച്ചു വരുത്തി അതിൻ്റെ സ്കൂളിൻ്റെ നടുഭാഗത്തുള്ള കൂട്ടിട്ട് അയാൾ ആവശ്യപ്പെട്ടതെന്നറിയാവും, ഇതിൻ്റെ ഒരു റോസാപ്പൂ ആരോ പറിച്ചുകൊണ്ട് പോയി, ആരാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പൂക്കൾ പറിക്കരുത്, എല്ലാവരും കാണാനുള്ളതാണ്, പറിച്ചവിടെ ഇവിടേക്ക് ഇടാനുള്ള അതിലൊക്കെ എപ്പോഴും പറയുമായിരുന്നു. നിങ്ങൾക്ക് അത്ഭുതം തോന്നാ, ഇന്ന് അയാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഞാനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ക്ഷോഭം ഉണ്ടാക്കിയില്ല. പൂക്കൾ നമുക്ക് എല്ലാവർക്കും കാണാനുള്ളതാണ്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് ചെയ്യരുത് കേട്ടോ ഇരുന്നു. എല്ലാവരും ആ അധ്യാപകൻ വലിയ മാതൃകയാണ്. കുട്ടികളെ ആരെയും എടാ പോടാന്ന് വിളിക്കില്ല, ഞാനും വിളിക്കില്ല. എല്ലാവരോടും അവരെ ബഹുമാനിച്ചുകൊണ്ടാണ് സംസാരിക്കുന്ന മുഴുവൻ. ഞാൻ അന്ന് ക്ലാസ് ചാർജ് ഏറ്റെടുത്തത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ പ്രത്യേകം നിർദ്ദേശിച്ചതനുസരിച്ചാണ്. എന്നോടൊന്ന് ഇതിലെ 3 കുട്ടികൾ ഭിക്ഷാത്തിയുമായിട്ട് മാനേജറെ കുത്താൻ വീട്ടിൽ ചെന്നിട്ടുണ്ട്. മാനേജറെ ഹെഡ് മാസ്റ്ററേയും മഹാറൗഡികളാണ്. ഒരുത്തനെ വിളിക്കുന്ന കള്ള് അവൻ്റെ പേരോട് ചേർത്തിട്ട്, എൻ്റെ പേര് രാജേഷ് എന്നാണ്, കള്ള് രാജേഷ് എന്നങ്ങനെ വിളിക്കുകയാണ്. പേരെനിക്കറിയാം. അപ്പോൾ വിളിച്ചപ്പോൾ ആ 3 കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്. 3 അല്ല 3-4 പേരുണ്ട്.
അതിൽ ചാർജ് ഏറ്റെടുക്കാമെന്ന് ചോദിച്ചു. ഏറ്റെടുക്കാം. സാറെന്താ പറയുന്നത്? ഞാൻ അനുസരിക്കാം. ഞാൻ ക്ലാസ് ഏറ്റെടുത്തു. ക്ലാസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഷിബാസ് എന്നെ വിളിച്ചത് ചോദിച്ചു, നിങ്ങൾ എന്ത് അത്ഭുതമാണ് കാണിച്ചതെന്ന് ചോദിച്ചു. എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പരമ ശാന്തന്മാരായി തീർന്നിരിക്കുന്നു. ഞാനൊരു അത്ഭുതവും കാണിച്ചിട്ടില്ല. ഞാൻ അവരോടെല്ലാവരും അവർ മാന്യന്മാരും യോഗ്യന്മാരുമാണ് എന്ന മട്ടിൽ പെരുമാറിയിട്ടുള്ളൂ. ഒരാളെപ്പോലെ ഞാൻ ഇടാന്ന് വിളിക്കാറില്ല, ഇടിയെന്ന് വിളിക്കാറില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ മാറിയത്. എൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല, മറ്റു ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിലും അവർ മാതൃകാപരമായി പെരുമാറുമായി. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? ആ കുട്ടികൾ എന്നെയും ഓർമ്മിക്കുന്നതാണ് ഇപ്പോൾ. എൻ്റെ 90-ാം വർഷം ഇവിടെ TDM ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നപ്പോൾ അത് കുറച്ച് വലിയ പ്രശസ്തമായ രീതിയിലാണ് നടന്നത്. പിണറായി വിജയൻ ഉണ്ടായിരുന്നു, മോഹൻലാൽ ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് കണ്ണിന് കാഴ്ച തീരെയില്ല. ഇപ്പോൾ വായിക്കാനൊന്നും ഒട്ടും വയ്യ. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരാൾ വലുതായി ഞാൻ കണ്ടു. തലമുടിയൊക്കെ നല്ല ജടയും താടി വീശയും ഒക്കെ ആയിട്ട് കാഴ്ച കിട്ടുന്നത്. അപ്പം എനിക്ക് ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നി. ഞാൻ വീട്ടിൻ്റെ വരാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന അയാൾ ഗേറ്റ് തുറന്ന് അകത്ത് കിടന്ന് വരാന്തയിൽ എന്നെ നോക്കിയിട്ട് സാർ എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് ഞാൻ അയാളെ തിരിച്ചറിഞ്ഞു. അയാളുടെ പേര് വിളിച്ചിട്ടല്ലേന്ന് ചോദിച്ചു. 60 വർഷം മുമ്പ് പഠിച്ചു പോയ ആളാണ്. അയാൾ സയൻറ്റിസ്റ്റാണ്. അമേരിക്കൻ ഒരു സയൻറ്റിഫിക് മാഗസിൻ്റെ എഡിറ്ററുമാണ്. പേപ്പേഴ്സൊക്കെ ധാരാളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറാണ് എന്നെ ഈ തരത്തിലാക്കിയത്. അയ്യോ, ഞാനെന്ത് ചെയ്തു നിങ്ങൾ ഇങ്ങനെ ആക്കാൻ? അപ്പം അദ്ദേഹം സാറ് ഇപ്പം ന്യൂട്ടൻ്റെ ലോ പഠിപ്പിക്കും. ഞാനന്ന് സയൻസാണ് പഠിപ്പിച്ചിരുന്നത്. പഠിപ്പിക്കുമ്പോൾ ന്യൂട്ടൻ്റെ കഥ പറയും, ഗലീലിയോയുടെ കഥ പറയും, പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. ഞാനങ്ങ് പോയി കഴിയാമെന്ന്. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ പഠിപ്പിക്കേണ്ട വശം കൊണ്ടല്ല, പക്ഷേ അവരെന്നെ ഓർമ്മിച്ചു. അതാ ടീച്ചറിന് എപ്പോഴും നിൽപ്പത്. ആ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻ അത് വീണ്ടെടുക്കണം. അധ്യാപകനും വിദ്യാർത്ഥിയും അവർ എതിരാളികളല്ല, അവർ മിത്രങ്ങളാണ്. പരസ്പരം സ്വാധീനം ചെലുത്തുന്ന വ്യവസ്ഥയിലാണ്. പഠിക്കുന്നവരും മിടുക്കന്മാരും എല്ലാം നല്ലവരാകണമെന്നില്ല. ഞാനൊരു ദിവസം ലെക്ചറായിരുന്ന കാലത്ത് എൻ്റെ ശമ്പളം ഒരു ദിവസം മുഴുവനായിട്ട് ഇല്ലാതെ വന്നു. ഇനിയില്ലെന്ന് പറഞ്ഞു വരും. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ നിസ്സാര കാരണമാണ്, എൻ്റെ കുറ്റം കൊണ്ടല്ല. ഞാൻ തിരുവനന്തപുരത്തെ സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു. ഞാനവിടെ ചെന്ന് വാതിൽ പതുക്കെ മുട്ടി. തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം മാത്രമല്ല, എന്നെ കണ്ടു. ഞാൻ കണ്ടു, തുറക്കുന്നില്ല. ഞാൻ അകത്ത് കയറി ഒടുക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ അദ്ദേഹം ഫയൽ മറിച്ച് നോക്കി. അതിൽ ശ്രദ്ധിക്കുന്നത് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അവിടുത്തെ കസേരയിൽ ഇരുന്നു. അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് മാനേജ് ശരിയല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിന് മറുപടിയില്ല. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ കസേരയിൽ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇത് സർക്കാർ നിങ്ങളുടെയോ എൻ്റെയോ തറവാടിൻ്റെ വകയല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ വകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇരിക്കാൻ അവകാശം. അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ മറ്റു കാര്യങ്ങൾ അതുപോലെ പെരുമാറുന്നവർ IAS-കാരനാണ്. അവൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? IAS-കാരനും നമ്മളെപ്പോലൊരു വ്യക്തിയാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല ജീവിക്കുന്നത്. ഇന്ത്യ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തുല്യരാണെന്നാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് വേണ്ടിയുള്ളതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണത് ആരംഭിക്കുന്നത്. നമ്മളെല്ലാവരും തുല്യരാണ്. അതിൽ ഒരുപക്ഷെ കുലിവേലക്കാരൻ കാണും, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ കാണും, ഉദ്യോഗസ്ഥന്മാർ കാണും, പലരും കാണും. നമുക്ക് ഒന്നിനും വ്യത്യാസമൊന്നുമില്ല. നമ്മളോട് പരസ്പരം മര്യാദയ്ക്ക് പെരുമാറണം. ഭാരതത്തിൽ കുട്ടികളെ നല്ലവരാക്കി തീർക്കുക എന്നതാണ്
വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായ ലക്ഷ്യം എന്ന് ഞാൻ കരുതുന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പഠിക്കാൻ മിടുക്കന്മാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികളുണ്ട്, വാദം അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ചില എൻജിനീയറിങ്ങിന് പോകും, ചില കൃത്രിമ മസ്തിഷ്കം കഴിഞ്ഞ ദിവസം ആൾക്കാർ കണ്ടിട്ട് പോയാൽ അതിനാണ് പഠിക്കുന്നത്. അമേരിക്കയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്രിമമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പലരും പല വഴിക്ക് പോകും. ചില IPS കാരാവും. IPS കാരൻ മുമ്പ് പോലീസുകാരൻ ആളെ തല്ലുമായിരുന്നു എപ്പോഴും. ഇപ്പോൾ തല്ലണമെന്ന് തോന്നുന്നില്ല. IPS ഉദ്യോഗസ്ഥർ ചിലരെ ഒട്ടും തല്ലാത്തവരുണ്ട്, വളരെ മര്യാദയ്ക്ക് പെരുമാറും. എൻ്റെ കോളേജിൽ എന്നോടൊപ്പം പഠിപ്പിച്ചിരുന്ന ഒരു സ്ത്രീക്ക് IPS കിട്ടി. അവർക്ക് പോകണോ പോകണ്ടയോ ഒരു 2 ചോദ്യം ചോദിച്ചു. ഞാനാണ് പോകാൻ ഉപദേശിച്ചത്. ഞാൻ പറഞ്ഞോട് കോളേജ് അധ്യാപകനായിരുന്നാൽ പ്രശാന്തി നിങ്ങൾക്ക് ലഭിക്കും, കുട്ടികളുടെ സ്നേഹവും ലഭിക്കും. പക്ഷേ IPS സ്വീകരിച്ച് പോലീസുകാരനായാൽ അനീതി ചെയ്യാതിരിക്കാനും ചെയ്യുന്നതിനെ തടയാനും നിങ്ങൾക്ക് സാധിക്കും. അനേക പാവങ്ങളോട് നിങ്ങൾക്ക് മര്യാദ കാണിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ കൈപ്പത്തി വെട്ടിയ ജോസഫ് ഉണ്ടല്ലോ, ഒരു കൂട്ടർ വന്ന് അയാൾ എന്തോ പ്രോഫറ്റ് കഴിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു എന്ന് പറഞ്ഞ് ആരോ എന്തോ പറഞ്ഞ് ഉണ്ടാക്കി. അത് അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തെ കിട്ടാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ പിടിച്ചു. സ്കൂൾ കുട്ടിയാണ്. പിന്നീട് ഞാൻ അയാളെ കൊണ്ട് ചോദിച്ചാൽ പറഞ്ഞ ആളെ കൊണ്ട് 3 ദിവസം ലോക്കപ്പിലിട്ട് തല്ലി. ഈ കഴുത്തിൻ്റെ കുത്തി പിടിച്ച് പൊക്കി ഒരു ഭീമാകാരനായ പോലീസുകാരൻ നിശ്ചയം തല്ലുകയും ഉപദ്രവിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റും പോലീസായാൽ. അങ്ങനെ തടയാൻ കഴിയും. IPS കാരനായാൽ അവർ DGP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പം ഇങ്ങനെ നല്ല മനുഷ്യരായാൽ നിങ്ങൾക്ക് ഏത് രംഗത്ത് ചെന്നാലും സമൂഹത്തിൻ്റെ നേട്ടമായി, സമൂഹത്തിൻ്റെ സാന്ത്വനമായി, ഘോരമായ വെയിലിൽ ആളുകൾക്ക് തണൽ നൽകുന്ന വടവൃക്ഷമായി മാറാൻ കഴിയും. അതാണ് ജീവിതത്തിലെ ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നു. അതുമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പഠനത്തിലുള്ള മികവിനെ അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് വളരെ ശുദ്ധമായ ഭാവി, ഉയർന്ന ഭാവി ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇത് എന്താ എൻ്റെ ചുമതല ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സിഡ്കോ ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ പുരസ്കാരം 2025 ഈ ചടങ്ങിൽ വളരെ ബഹുമാന പുരസ്കാരം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള പ്രൊഫസർ MK സാനു മാസ്റ്റർ അവറുകളെ സംഘടനയുടെ ഭാഗമായിട്ടും ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആദരവ് നൽകുന്നതിലേക്കായി സിഡ്കോയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വിജയകൃഷ്ണൻ അവറുകളെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവുമായി അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്